നമസ്കാരം. BBC വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാർ CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി MM മണി ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലപ്പെരിയാറിൽ പാരിസ്ഥിതിക പഠനം ഇനി നടത്തേണ്ടതില്ലെന്ന് മന്ത്രി PJ ജോസഫ്. കുട്ടി രാഷ്ട്രീയക്കാരുടെ ഏറ്റുമുട്ടൽ. മുട്ടത്ത് നാട്ടുകാർ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. മലമ്പനി രോഗം കണ്ടെത്തിയിട്ടും നെടിയശാലയിലെ പൊതുകിണറ്റിൽ കൊതുക് പെരുകുന്നു. അധികൃതർ ഉറക്കത്തിൽ. സമ്പൂർണ്ണ പാലിയേറ്റീവ് പരിചരണം. ജില്ലാ വോളണ്ടിയർമാരുടെ സംഗമം തൊടുപുഴയിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാഷാഭിമാന മൂല്യ സംരക്ഷണ സാംസ്കാരിക യാത്ര പര്യടനം തുടങ്ങി. വാർത്തകൾ വിശദമായി. CPM മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നിരപരാധികളായ വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നടന്ന മാർച്ച് ജില്ലാ സെക്രട്ടറി MM മണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വക, പുള്ളിയുടെ പിതാവിന്റെ വകയാണോ എന്ന് എനിക്കറിയത്തില്ല, 308 വകുപ്പ് ആദ്യം കേട്ടതാ. ജയിലിലടക്കിയ ജാമ്യം കിട്ടാതെ ആ വകുപ്പ് കൊണ്ടുവന്ന ഫലപ്രദമായി ഉപയോഗിച്ചു. ഈ ചെറിയാനെന്ന് പറയുന്ന ഏപ്യന് അതിനാരാ അധികാരം നൽകിയത്? ഈ തെണ്ടിത്തരം കാണിക്കാൻ എന്താണ് അതിന്റെ മര്യാദ? ആർക്ക് വേണ്ടിയാണ്? ഇങ്ങനാണ് പിന്നെ ഇനിയിപ്പോ ചെറിയാൻ വേറെ ചില പണിയും കൂടെ കാണിക്കും ഇല്ലേ? ഇവിടുത്തെ ഭരണക്കാരുടെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വീട്ടിലുള്ളവരെയൊക്കെ പറഞ്ഞയക്കുന്ന നില വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാര്യം നടത്താൻ വേണ്ടി. ഏരിയ സെക്രട്ടറി KL ജോസഫ് അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ സെക്രട്ടറി ജോബി ജോണി, KV സണ്ണി, PD സുമോൻ എന്നിവർ പ്രസംഗിച്ചു. ജനസമ്പർക്ക പരിപാടി വൻ ധൂർത്താണെന്ന് CPM ഏരിയ സെക്രട്ടറി MM മണി. മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നേതാക്കൾക്ക് ജനങ്ങളുമായി ബന്ധമില്ലാത്തതിനാലാണ് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കേണ്ടി വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ജനസമ്പർക്ക പരിപാടി അപ്പൊ ഇതുവരെ യാതൊരു സമ്പർക്കവും ഇല്ലായിരുന്നു. ഇപ്പൊ പുതിയൊരു ജനസമ്പർക്കവും കൊണ്ടിറങ്ങിയിരിക്കുക. ആളുകൾ വന്നു വന്ന അവിടെ യാതൊരു അറേഞ്ച്മെന്റും ഇല്ല ഇല്ലേ? എന്നിട്ട് പണമൊക്കെ തീരുമാനിച്ചത് ആരാ? MP MLA ആണ്. രാമൻ എന്നാ വൈറ്റ് വേന 10,000 രൂപ. റോഷി നിങ്ങളുടെ MLA എന്നതാ നടുവിന് വേദന 22,000 രൂപ. PT തോമാച്ചന്റെ പിതാവുകളുടെ വകയാണുള്ളത് ഇല്ലേ? റോഷിയുടെ കാർന്നോപ്പാടുകളുടെ വകയല്ലേ പൈസ? ജനങ്ങളെ ജയിലിപ്പോടാ, റിപ്പോർട്ടും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല, ഒരു കോപ്പവും ഇല്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി 16 മണിക്കൂറിലേറെ നീണ്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി 16 മണിക്കൂറിലേറെ നീണ്ടു. ഇന്നലെ രാവിലെ 9 തുടങ്ങിയ പരാതി പരിഹരിക്കൽ നടപടികൾ പുലർച്ചെ 2 സമാപിച്ചത്. തൃശൂരിൽ നടക്കുന്ന പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കേണ്ടതുള്ളതിനാൽ തിടുക്കത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു. രാത്രി വൈകിയും PT തോമസ് MPയും റോഷി അഗസ്റ്റിൻ MLAയും പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കൽ ഉണ്ടായിരുന്നു. ജില്ലാ ആസ്ഥാനം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പൊതുപരിപാടിക്കാണ് വാഴത്തോപ്പ് ഇന്നലെ വേദിയായത്. കണക്കുകൾ അപ്പാടെ തെറ്റിച്ച് ജനം എത്തിയതോടെ സംഘാടകരും ജനപ്രതിനിധികളും അക്ഷരാർത്ഥത്തിൽ വിരണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ഏതാനും നേരം കുഴങ്ങിയെങ്കിലും ഉടൻ തന്നെ ബദൽ ക്രമീകരണം ഏർപ്പെടുത്തുകയായിരുന്നു. പഴയ അപേക്ഷകരിൽ ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യാൻ PT തോമസ് MPയെയും വൈകല്യമുള്ളവർക്ക് ധനസഹായം അനുവദിക്കാൻ റോഷി അഗസ്റ്റിൻ MLAയും ചുമതലപ്പെടുത്തുകയായിരുന്നു. പ്രധാന സ്റ്റേജിൽ PT തോമസ് MPയും വഞ്ചിക്കവല ജംഗ്ഷനിൽ റോഷി അഗസ്റ്റിൻ MLAയും ആവലാതിക്കാരെ കണ്ടു. പ്രധാന വേദിയിൽ നിരവധി തവണ ആളുകൾ തിക്കിത്തിരക്കി. ബാരിക്കേഡുകൾ തകർന്നു വീഴുമെന്ന പലപ്പോഴും പോലീസുകാർ മുന്നറിയിപ്പ് നൽകി. കിടപ്പ് രോഗികളെ എത്തിച്ച വാഹനങ്ങളുടെ നീണ്ട നിര വൈകിട്ടും കാണാമായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 പഴയ അപേക്ഷകർക്ക് വില്ലേജ് ഓഫീസുകൾ വഴി
ധനസഹായം പിന്നീട് നൽകണമെന്നറിയിച്ചു. ഇതോടെയാണ് തിരക്കുകൾ ഏറെക്കുറെ പരിഹാരമായത്. എന്നിരുന്നാലും പുതിയ പരാതികളുമായി ആവലാതിക്കാർ എത്തിക്കൊണ്ടേയിരുന്നു. ഇതോടെ രാത്രി 7:30 തീർപ്പ് കൽപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശം വന്നു. അക്ഷമരായി കാത്തിരുന്ന ജീവനക്കാർക്കും പൊതുപ്രവർത്തകർക്കും മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിച്ചാണ് ഉമ്മൻചാണ്ടി മടങ്ങിയത്. 1.25 കോടിയോളം രൂപ വിതരണം ചെയ്ത ജനസമ്പർക്ക പരിപാടിയുടെ ഭൂരിപക്ഷം തുകയും വിനിയോഗിക്കപ്പെട്ടത് ചികിത്സാ ധനസഹായ ഇനത്തിലാണ്. മറ്റുള്ള പരാതികൾക്കെല്ലാം പിന്നീട് തീർപ്പുണ്ടാകുമെന്ന പതിവ് മറുപടി ലഭിച്ചതോടെ നിരവധി പേർ നിരാശരായി മടങ്ങുകയും ചെയ്തു. ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തിക്കിത്തിരക്കി എത്തിയെങ്കിലും ധനസഹായം ചികിത്സാ സഹായത്തിൽ ഒതുങ്ങിയതു പല കേന്ദ്രങ്ങളിൽ നിന്നും ആക്ഷേപത്തിനു കാരണമായി. വീട്, ബാങ്ക്, ജപ്തി കേസുകൾ, പുനരന്വേഷണം, വികസന പദ്ധതികളിൽ നിന്നു തഴയപ്പെട്ടത്, സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസം തുടങ്ങി ആവലാതികളുടെ നീണ്ട പട്ടികയുമായാണ് ജനങ്ങൾ എത്തിയത്. മുല്ലപ്പെരിയാറിൽ പുതുതായി നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ ജലനിരപ്പ് 136 അടിയാണെങ്കിൽ പാരിസ്ഥിതിക പഠനം ആവശ്യമില്ലെന്ന് മന്ത്രി PJ ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിലെ പരിസ്ഥിതി ക്ലിയറൻസിനെ സംബന്ധിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് 136 അടിയാണ് ജലനിരപ്പെങ്കിൽ 1 ഏക്കർ പോലും പുതുതായി മുങ്ങിപ്പോകുന്നില്ല. പിന്നെ ഇതിനവിടെ പുതിയ പരിസ്ഥിതി പഠനം കംപ്ലീറ്റ് ആണ്. അത് 2 ആകെ പുതുതായിട്ട് വരുന്നത് പുതിയ ഡാമിനും പഴയ ഡാമിനും ഇടയ്ക്കുള്ള 50 ഹെക്ടർ സ്ഥലമാണ്. ആ 50 ഹെക്ടർ സ്ഥലത്ത് കാര്യമായി മരങ്ങളും ഇല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ പരിസ്ഥിതി കമ്മിറ്റിക്ക് ആരുണ്ടാക്കിയതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രി ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു ചേർത്ത് ഒറ്റയാഴ്ചക്കുള്ളിൽ ക്ലിയറൻസ് കൊടുക്കാം. വേണമെങ്കിൽ ചക്ക വേരിടും കായ്ക്കും. ഒറ്റയാഴ്ച കൊണ്ട് ക്ലിയറൻസ് കൊടുക്കും. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകണം. 10-40 ലക്ഷം ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്നതാണെങ്കിൽ കമ്മിറ്റി 2 കൊല്ലം പഠനം നടത്താനാണോ? പ്രധാനമന്ത്രി മുൻകൈയെടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ അണക്കെട്ടിന് അനുമതി നൽകാം. പഴയ അണക്കെട്ടിന് സമീപമുള്ള 50 ഹെക്ടർ സ്ഥലത്താണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ പാരിസ്ഥിതിക പഠനത്തിന്റെ ആവശ്യമില്ല. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനെതിരെ ജനമുന്നേറ്റം ശക്തിപ്പെടുത്തും. ഓഫീസിലിരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥർ പ്ലാൻ തയ്യാറാക്കിയാൽ പോരാ, ഓരോ വീടുകളിലും എത്തി വീട്ടുകാരോട് സംസാരിക്കണം. ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കി കരിങ്കുന്നം പഞ്ചായത്തിൽ ആദ്യം നടപ്പാക്കും. മറ്റുള്ളവർക്ക് മാതൃക കാട്ടുന്നതിനായി നേരിട്ടിറങ്ങാനാണ് തീരുമാനമെന്നും PJ ജോസഫ് വിശദീകരിച്ചു. ഇടുക്കി ജില്ലയെ സമ്പൂർണ്ണ ജൈവ ജില്ലയാക്കാനുള്ള പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി PJ ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് 9% എന്ന് പറഞ്ഞ പോലെ ഓർഗാനിക് വേൾഡിൻ്റെ ഗ്രോത്ത് 10%. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ഏതാനും ഒരു 4-5 പതിറ്റാണ്ട് കഴിയുമ്പോൾ രാസവളവും കീടനാശിനിയും കാർഷിക രംഗത്തുണ്ടാകില്ല. കംപ്ലീറ്റായിട്ട് മാറ്റപ്പെടും. ജർമ്മനിയിലും യൂറോപ്പിൽ ഗ്രീൻ പാർട്ടി തന്നെ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ജർമ്മനിയിൽ ഗ്രീൻ പാർട്ടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓർഗാനിക് മൂവ്മെൻ്റാണ്. ഓർഗാനിക് കൊക്കോയെ പറ്റി ഞാൻ പണ്ടവിടെ പോയി സംസാരിച്ചു. അതിനിവിടെ ആൾ വന്നു. ഇവിടെ വന്ന് സംസാരിച്ച് കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഓർഗാനിക് കൊക്കോ, ഓർഗാനിക്കിന് ഈ കൊക്കോയ്ക്ക് അധികം കീടനാശിനി ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ രാസവളവും കൂടെ മാങ്കുളം ഏരിയയിൽ നിന്നെല്ലാം എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയ കൊക്കോ ഉപയോഗിച്ച് സ്വിറ്റ്സർലൻഡിൽ ഇന്ത്യൻ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് എഴുതി. മാടവന കുടുംബസംഗമവും പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോർജ് പുന്നക്കോട്ടിലിന് സ്വീകരണവും കുമാരമംഗലം മാടവന സന്നിയുടെ ഭവനത്തിൽ നടന്നു. മൈലക്കൊമ്പ് പള്ളി വികാരി റവറന്റ് ഡോക്ടർ തോമസ് പോത്തനാമൊഴി അധ്യക്ഷത വഹിച്ചു. മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആണ്ട് ചാത്തം തുടങ്ങിയ കാര്യങ്ങളും നടന്നു. കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് പരസ്പരം മനസ്സിലാക്കി ഇതൊക്കെയാണ് എല്ലാ രീതിയിൽ നീങ്ങുന്നതെന്നൊക്കെ മനസ്സിലാക്കി അതിൽ ബന്ധങ്ങളെ പുതുക്കുന്ന ഒരു രീതിയായി മാറിയിരുന്നു. പണ്ടത്തെ അപകടങ്ങളൊക്കെ സഹോദര്യത്തിൽ ഒന്നിച്ച് വളർന്ന് പരസ്പരം അംഗീകരിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും കുടുംബങ്ങളെല്ലാം കൂടി വിധി കൂടിയതെന്ന് മാത്രമായില്ല. എങ്കിലും ഇനി ആ ഒരു കുടുംബാംഗങ്ങളെ മറ്റുള്ളവരെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് നോക്കണം. ദൈവമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പള്ളിപ്പുറം ഫൊറോന വികാരി ഫാദർ ഡേവിഡ് മാടവന മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രി PJ ജോസഫ്, പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, ഐസക് മാടവന, ഫാദർ ജോൺ ആനിക്കോട്ടിൽ, ഫാദർ ആന്റണി മാടവനക്കാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു. മുട്ടം പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ മുട്ടത്ത് വെള്ളിയാഴ്ച ഹർത്താൽ ആചരിച്ചു. കഴിഞ്ഞ ദിവസം മുട്ടത്ത് വിദ്യാർത്ഥികൾ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട് ആക്രമിച്ച് വീട്ടുകാരെ പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർത്താൽ. മുട്ടത്ത് വിദ്യാർത്ഥി സംഘടന പതിവായിട്ടും നടപടി സ്വീകരിക്കുന്നില്ല. കോളേജുകളിലെ വിദ്യാർത്ഥി സംഘടന തെരുവുകളിലേക്ക് നീങ്ങുന്നത് നാട്ടുകാർക്കിടയിൽ പരിഭ്രാന്തിക്കിടയാക്കിയിട്ടുണ്ട്.
മുട്ടത്ത് വിദ്യാർത്ഥി സംഘർഷം പതിവായിട്ടും അധികൃതർ ഫലപ്രദമായ നടപടി സ്വീകരിക്കാത്തതിൽ ജനരോഷം ശക്തമായിരിക്കുകയാണ്. മുട്ടത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സമാധാന പ്രേമികളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇവിടുത്തെ ഒരു സാധാരണ പൗരൻ്റെ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി 2 പിള്ളേരെ നിർത്തിയിരിക്കുന്ന പൗരൻ്റെ വീട്ടിൽ കയറി ക്രൂരമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചതിന് ശേഷം അതുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ആക്രമിച്ചതിന് ശേഷം റോഡിലിറങ്ങി ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ക്രമസമാധാനത്തിനും സാധാരണക്കാരന് ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യം മുട്ടത്തിലുണ്ടാക്കി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മലമ്പനി പടരുമ്പോഴും നെടിയശാലയിലെ മാലിന്യം നിറഞ്ഞ കിണറ്റിൽ കൊതുകുകൾ വളർന്നു പെരുകുന്നു. മണക്കാട് പുറപ്പുഴ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ നെടിയശാല കവലയിൽ 1965 നിർമ്മിച്ച കിണറാണ് ഇപ്പോൾ കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. സാമൂഹ്യവിരുദ്ധർ കിണറും പരിസരവും താവളമാക്കിയതോടെ കാലിയാക്കിയ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും ഇവിടെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ്. കിണറിന്റെ കാര്യത്തിലും നാട്ടുകാർ ഭിന്നാഭിപ്രായക്കാരാണ്. ഒരു കൂട്ടർ കിണർ മൂടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറുപക്ഷം അതിനെ എതിർക്കുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴെങ്കിലും പക അവസാനിപ്പിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം PT തോമസ് MPക്ക് പ്രഖ്യാപിച്ചു. ഡൽഹി കേന്ദ്രമായുള്ള സംഘടനയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. കൃത്യമായി പാർലമെന്റ് യോഗത്തിൽ പങ്കെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവാർഡിന് പരിഗണിച്ചതായി PT തോമസ് MP BBC ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങളുടെ പ്രവർത്തന മികവ് പരിശോധിക്കുന്ന PRS എന്ന് പറയുന്ന സംഘടനയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അതോടൊപ്പം തന്നെ 100% അറ്റൻഡൻസ് ഉണ്ടാകുകയും ഒക്കെ ചെയ്ത് കേരളത്തിലെ 20 MPമാരിൽ ഏറ്റവും മുൻപന്തിയിൽ. സമ്പൂർണ്ണ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിലെ ജില്ലാ വോളണ്ടിയർമാരുടെ സംഗമം തൊടുപുഴയിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ ശ്രദ്ധ, മറ്റുള്ളവരുടെ പരിചരണം അറിയിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുവാൻ മുൻപന്തിയിലായി അവരെ ഓരോരുത്തരെയും കെയർ ചെയ്യുന്ന ഉത്തരവാദിത്വ സമൂഹത്തിന് ആ വലിയ ഉത്തരവാദിത്വമാണ് ഇടുക്കിയിലെ നിർത്തല പഞ്ചായത്തുകളെ ഏറ്റെടുക്കുന്നത്. ഏറ്റവും മഹനീയമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീല സ്റ്റീഫൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ സുരേഷ് വർഗീസ്, ജില്ലാ കോർഡിനേറ്റർ സിജോ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർക്കാണ് പരിശീലനം. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തുന്ന ഭാഷാഭിമാന മൂല്യ സംരക്ഷണ സാംസ്കാരിക ജാഥ പര്യടനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ സുകുമാർ അഴീക്കോടിനെ ക്രിസ്ത്യാനികൾക്ക് മാതൃകയാക്കാവുന്നതാണ്. കാരണം ക്ഷമിക്കുന്ന സ്നേഹമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ 70 വട്ടം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിച്ചാലും മതിയാവുകയില്ല. അതുകൊണ്ട് സഹോദരനോട് ക്ഷമിക്കുക. തന്നോട് തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ക്ഷമിക്കുന്ന ഒരു സമീപനം ശ്രീ സുകുമാർ അഴീക്കോട് സ്വീകരിച്ചു. താലൂക്ക് പ്രസിഡന്റ് ജോസഫ് മൂലശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. താലൂക്ക് സെക്രട്ടറി TR സോമൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരകിൽ എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി KM ബാബു ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ വൈസ് ക്യാപ്റ്റനുമായാണ് ജാഥ നടത്തുന്നത്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിചാർജിൽ തലയ്ക്ക് മുറിവേറ്റ ജില്ലാ പ്രസിഡന്റ് നിഷാന്ത് വി ചന്ദ്രനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമരം DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് G ഗോപാലകൃഷ്ണൻ, CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി KR സോദരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് N ശിവരാജൻ, CPIM കട്ടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VR സജി എന്നിവർ പ്രസംഗിച്ചു. DYFI ജില്ലാ ട്രഷറർ KP സുമോദ് സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി PP സുരേഷ് നന്ദിയും പറഞ്ഞു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിലും പ്രകടനം നടത്തി.